അയാൾ അങ്ങനെ കണിമംഗലത്ത് പരമേശ്വരനും ഈ പത്മിനിയും കൂടിയിട്ട് മുറ്റത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തായാലും ഈ സേറയും ചന്ദ്രശേഖരനും പുറത്തുനിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ ഇവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാലും എനിക്ക് അവരെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ബന്ധമോ ആത്മബന്ധമോ ഒന്നുമില്ല. എന്നിട്ട് അയാൾ എന്തിനായിരിക്കും നമ്മളോട് ബർത്ത്ഡേ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങളുടെ ഈ ദാനധർമ്മത്തിനെ കുറിച്ചൊക്കെ കേട്ടിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും സഹായം കിട്ടും എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞതാണാവോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ തന്നെ ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവർ മണ്ടന്മാരായിരിക്കും, ആ ഒരു ഉദ്ദേശത്തിലാണെന്ന്. കാരണം ഇപ്പം നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ എന്തായാലും ഒരു കമ്മലുണ്ട്, നമുക്ക് ആ കമ്മൽ പോകുന്ന വഴിക്ക് വിറ്റിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ജീവിതം എത്രമാത്രം മനോഹരമാക്കാനാണ് ശ്രമിക്കുന്നത്, ഇത്രയും ഒരു കഷ്ടപ്പാടിൻ്റെ ഇടയിൽ നീ നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് മനോഹരമാക്കാൻ നീ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അവളോട് പറയണം. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, അത് പിന്നെ ഉയർച്ചയിൽ മാത്രമല്ല സന്തോഷം കണ്ടെത്തേണ്ടത്, താഴ്ചയിലും നമ്മൾ സന്തോഷം കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സേറയും ചന്ദ്രശേഖരനും ഇതൊക്കെ കേട്ടിട്ട് നേരെ അകത്തേക്ക് അങ്ങ് കയറി ചെന്നിട്ട് അവരിങ്ങനെ റൂമിലിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. സേറ ഈ ചന്ദ്രശേഖരനോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് എന്തുകൊണ്ടായിരിക്കും ആ പരമേശ്വരനോട് അയാൾ ബർത്ത്ഡേ ഫംഗ്ഷന് വരാൻ പറഞ്ഞതെന്ന്? കാരണം ഇയാളുമായിട്ട് വലിയ കണക്ഷനൊന്നും ഇല്ലല്ലേ, എന്നിട്ടും അവരെന്തിനായിരിക്കും ബർത്ത്ഡേക്ക് വരാൻ പറഞ്ഞതെന്ന് ചിന്തിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എനിക്കും മനസ്സിലായില്ല, എന്തിനാണ് അയാൾ ഇവരോട് എങ്ങനെ ബർത്ത്ഡേക്കൊക്കെ വരാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രശേഖരനും അങ്ങ് പറയാണ്. അപ്പോൾ സാറ് പറയുന്നുണ്ട്, അതെ, അയാളോട് ബർത്ത്ഡേക്ക് ഇവരെ ക്ഷണിക്കാൻ പറഞ്ഞത് ഞാനാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, അല്ല അതെന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, നാളത്തെ ബർത്ത്ഡേ ഫംഗ്ഷന് അവരെന്തായാലും നിർബന്ധമായിട്ടും പോകണം, അവർ പോയി കഴിഞ്ഞിട്ട് ആ ഒരു ഫംഗ്ഷന് പങ്കെടുക്കണം. ആ ഫംഗ്ഷന് പങ്കെടുത്ത് തിരിച്ച് എത്തുന്ന സമയത്ത് ചന്ദ്രശേഖരൻ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്ത് തീർക്കാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അതെന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി 2 കുഴി വെട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ ഞെട്ടുന്നുണ്ട്, അതൊക്കെ നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട്, അതെല്ലാം നടക്കും, അത് നടത്തിക്കുക തന്നെ ചെയ്യും. എന്തായാലും ആ കൊച്ച് ഭയങ്കര ഭാഗ്യമുള്ളവനാണ്, കാരണം അവൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞത് ജീവിതകാലത്ത് ഒരിക്കലും ആരും മറക്കാത്തൊരു ബർത്ത്ഡേ ആയിരിക്കും അവൻ്റെത്. എന്തായാലും ഈ പ്ലാൻ എന്തായാലും നടക്കും, അത് ഞാൻ നടത്തിച്ച് കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സേറയുടെ ആ ഒരു ക്രൂരത ഇങ്ങനെ അയാളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആറ്റുവാശ്ശേരിയിൽ അവർ ഒന്നും അറിയാതെ രാത്രി എങ്ങനെ സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മുടെ ജയഭാരതി മുത്തശ്ശിയുണ്ട് അവിടെ ടേബിളിൽ ഇങ്ങനെ ഇരുന്ന് ഓരോ ജോലി ചെയ്യാണ്. യശോദയുടെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വരുൺ ഇങ്ങനെ അതുവഴി പോകുന്ന സമയത്ത് മുത്തശ്ശിയുടെ മുഖത്തേക്ക് അങ്ങ് നോക്കുകയാണ്. അപ്പം മുത്തശ്ശി ഭയങ്കര ഉറക്കത്തിലാണ്, ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വരുൺ നേരെ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ടേ മുത്തശ്ശീനെ മെല്ലെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശി എന്താ ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് മുത്തശ്ശി ഒന്ന് കണ്ണ് തുറക്കുന്നത്. അപ്പോൾ തന്നെ വരുൺ വേഗം രാധികനെ വിളിക്കുകയാണ്. രാധിക ഒന്നിങ്ങോട്ട് വന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെയും കൂടി അങ്ങ് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതേ മുത്തശ്ശി ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടല്ലേ, മുത്തശ്ശി എന്തായാലും അകത്ത് പോയി ഉറങ്ങിക്കോ, ഞങ്ങളെല്ലാം ഇതൊക്കെ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി അറിയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ രാധികം വരണം ഇങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉറക്കം ഒളിച്ച് ഇങ്ങനെ നിൽക്കൊന്നും വേണ്ട, നിങ്ങൾ പോയി അകത്ത് കിടന്ന് ഉറങ്ങിക്കോളൂ, എല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അകത്ത് പോയി ഇരുന്നാൽ എന്തായാലും എനിക്ക് ഉറക്കം വരില്ല, അതുകൊണ്ട് അതിനെക്കാട്ടിൽ നല്ല ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, ഇവിടെ ഇരുന്നാൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കം തൂങ്ങെങ്കിലും ചെയ്യുമല്ലോ, അവിടെ നിന്ന് എന്തായാലും ഞാൻ ഉറങ്ങില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വാശി പിടിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞിട്ട് അധികം എന്നാൽ അവിടെ തന്നെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ജോലി ചെയ്യാൻ പോവാണ്. അപ്പോഴൊക്കെ ഈ ചന്ദ്രികയും ഭയങ്കരമായിട്ട് സഹായത്തിനും എല്ലാത്തിനും അവരുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ആശ്രമത്തിലാണെങ്കിൽ നമ്മുടെ ശ്യാം ഇങ്ങനെ ഒരു ഭ്രാന്തിനെ പോലെ ഇങ്ങനെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ആ സ്നേഹ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും കൂടി ഉണ്ട്. അവർ മരുന്നും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് അവരുടെ അടുത്തേക്ക് അങ്ങ് വന്നിട്ട് അവർക്ക് മരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ശ്യാമ ഈ ഗുളികയിൽ ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഈ സ്നേഹ പറയുന്നുണ്ട്, അതേ, ഈ മരുന്ന് കുടിച്ചാൽ നമ്മുടെ ഓർമ്മകളൊക്കെ തിരിച്ച് കിട്ടണ്ടേ, ആ ഓർമ്മകളൊക്കെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണിത്, ഇത് കുടിച്ചാൽ എല്ലാ ഓർമ്മകളും തിരിച്ച് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ശ്യാമ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ആ മരുന്ന് എടുത്തിട്ട് അങ്ങ് കുടിക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഇവിടെ കുറച്ചേരെ ഉറങ്ങിക്കോളൂ കേട്ടോ, അവിടെ കിടന്നോളൂ, നമുക്ക് ഓർമ്മകളൊക്കെ പെട്ടെന്ന് തിരിച്ച് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ശ്യാമ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ അങ്ങനെ മൂടി പൊതിച്ച് അങ്ങനെ അവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങുകയാണ്. പിന്നെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ നേരം വെളുത്തിട്ടുണ്ട്. നേരം വെളുത്ത് അവർ ഭക്ഷണ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ എല്ലാം അവരുടെ വണ്ടിയിലേക്ക് അങ്ങ് കയറ്റി വിടുകയാണ്, ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നതിൻ്റെ ഇടയിൽ ഇനി 2 സാധനം കൂടി കച്ചൻ ഭാഗത്ത് ബാക്കിയുണ്ട്. ബാക്കി എല്ലാവരും മുന്നിൽ ആ വണ്ടിയുടെ അടുത്തേക്ക് അങ്ങ് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് എല്ലാവരും വീടിൻ്റെ മുൻഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഈ ചന്ദ്രിക പോയിട്ട് അവരുടെ ഒരു പ്രധാന വിഭവമായിരിക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു പരിപ്പ് കറി. ആ പരിപ്പ് കറിയുടെ പാത്രം അവരാരും കാണാതെ അങ്ങ് മറിച്ച്
മറിച്ചിടുകയാണ്, മുറ്റത്തേക്ക് അങ്ങ് മറിച്ചിടുകയാണ്. അപ്പോൾ എന്നിട്ട് അവിടുന്ന് ആരും അറിയാതെ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ അങ്ങ് ഓടിപ്പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വരുണും രാധികയും ഒക്കെ അവിടെ മുന്നിലാണ്. അവർ സാധനങ്ങളെല്ലാം കയറ്റി കഴിഞ്ഞതിന് ശേഷം വരുണനും രാധികയും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി എന്തായാലും 2 സാധനങ്ങളെ ബാക്കിയുള്ളൂ, ഒന്ന് പരിപ്പ് കറിയും ഒന്ന് പായസം, എന്തായാലും നമുക്ക് അത് രണ്ടും കൂടി കൊണ്ടുവരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങ് കിച്ചണിലേക്ക് പോവുകയാണ്. വരുണാണെങ്കിൽ ആ വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവൻ ബാക്കിയുള്ള എല്ലാവരും കിച്ചണിൽ പോയി വരുന്ന ആ സമയമാണ്. അപ്പോൾ കിച്ചണിലേക്ക് അങ്ങ് എത്തുന്ന സമയത്തുണ്ടാവും പരിപ്പ് കറിയുടെ പാത്രം അങ്ങ് മുറ്റത്തേക്ക് അങ്ങ് വീണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവരാകെ ഷോക്കായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഓടിച്ചെല്ലുകയാണ്. അയ്യോ, ഇതെന്ത് പറ്റി, നമ്മളിപ്പോൾ ഇവിടുന്ന് പോയ സമയത്ത് ഇതിനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇതിങ്ങനെ ചിന്തിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരാകെ ടെൻഷൻ അടിക്കാണ്. എന്നിട്ട് രാധിക പെട്ടെന്ന് തന്നെ വരുണിനെ അങ്ങ് വിളിക്കുന്നുണ്ട്, വരുൺ ഒന്നും ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അവൻ വരുൺ ഓടി ചെല്ലാണ്, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അപ്പോൾ രാധിക പറയുന്നുണ്ട്, നോക്ക് നമ്മുടെ പരിപ്പ് കറി അങ്ങ് ചിന്തി പോയിട്ടുണ്ട്, ഇത് എന്താണ് അവൻ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അവൻ വരുൺ പറയുന്നുണ്ട്, ഇനി വല്ല നായയെ മറ്റോ തട്ടി ചിന്തിയതാണാവോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ വരുണിനോട് രാധിക പറയുന്നുണ്ട്, ഏയ് അതൊന്നും ആവാൻ ചാൻസ് ഇല്ല, ഞാനിപ്പോൾ പോയ സമയത്ത് ഇതിനൊരു യാതൊരു കുഴപ്പമില്ല, ഇനി അതവിടെ ശരിക്കും നിൽക്കായിരുന്നു, പിന്നെ എങ്ങനെയാണ് അവ ഇത് ചിന്തിയത്, ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഈ ആറ്റുവാശ്ശേരി സദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ പരിപ്പ് കറി, അതില്ലാതെ പിന്നെ ഒന്നിനും പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ സാധനം കൊണ്ട് ഇപ്പോൾ തന്നെ വിട്ടോളൂ, കാരണം ഇപ്പോൾ തന്നെ അവിടെ എത്തേണ്ട സമയമായിട്ടുണ്ട്, ഞാൻ ഈ പരിപ്പ് കറി എന്തെങ്കിലും കാട്ടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നാലെ വരാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഏയ് രാധിക അതിനുള്ള സമയമൊന്നുമില്ല, അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല, നീ വാ, ഇനി അത് നമുക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അത് ശരിയാവില്ല, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ള ഒരു കറി എന്ന് പറയുന്നത്, അതില്ലാതെ എങ്ങനെ ഒരു സാമ്പാർ ഇത് മാത്രമായാൽ അതൊന്നും ഫുള്ളാവില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ സാധനം കൊണ്ട് വിട്ടു, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജയഭാരതി മുത്തശ്ശിയും ഈ യശോദയും കൂടിയിട്ട് പറയുന്നുണ്ട്, രാധികയെ നീ ഇവൻ്റെ കൂടെ പോയിക്കോ, ഞങ്ങൾ 2 പേരും ഇത് കടുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം, എന്തായാലും നിങ്ങളിപ്പോൾ വിട്ടോ, നീ ഇങ്ങനെ കഷ്ടപ്പെട്ടൊന്നും വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ ഈ യശോദയും ജയഭാരതി മുത്തശ്ശിയും കൂടിയിട്ട് അങ്ങ് പറയണേ. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, ഏയ് മുത്തശ്ശി ഒന്നും മിണ്ടാതിരുന്നേ, അതൊന്നും വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ഇവരങ്ങ് നിർബന്ധം പിടിക്കുന്നുണ്ട്, നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങ് വരില്ല, നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നു വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ 2 പേരെ അങ്ങ് പറഞ്ഞയക്കാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ചന്ദ്രിക ആരും കാണാതെ അവിടെ ഒരു തോട്ടത്തിലേക്ക് പോയിട്ട് ഈ സാറയ്ക്ക് നടന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് അങ്ങ് പോയിരിക്കാണ്. അപ്പോൾ സാറ് ഫോൺ വിളിക്കുന്ന സമയത്ത് തന്നെ ഈ ചന്ദ്രിക അങ്ങ് പറയുന്നുണ്ട്, അതേ ഇപ്പോൾ ഇവിടെ ഒരു സംഭവം നടന്ന്, ഇവരുടെ ഈ ആറ്റുവാശ്ശേരി സദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ പരിപ്പ് കറി എന്ന് പറയുന്ന സാധനം, അത് ഞാൻ അങ്ങ് തട്ടി ചിന്തിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സാറ് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ കണ്ടോ അത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഈ ആരും കണ്ടിട്ടില്ല, എല്ലാവരും സാധനം പാക്ക് ചെയ്യാൻ വേണ്ടി മുൻഭാഗത്തേന്, ഞാനിവിടെ കിച്ചണിൽ വന്നിട്ട് ആ ഒരു കറി അങ്ങ് തട്ടി ചിന്തിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി പോകുന്ന സമയത്ത് ഈ മുത്തശ്ശിയും യശോദയും കൂടിയിട്ട് ആ കറി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുപോകുക എന്നുള്ള പ്ലാനിങ്ങിലാണ്. ഇനി മേഡം എനിക്കൊരു കാര്യം കൂടി ചെയ്യണം, ആ ഒരു സാമ്പാർ അവിടെ എത്താൻ പാടില്ല, ആ ഒരു പരിപ്പ് കറി അവിടെ എത്താൻ പാടില്ല, അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഈ സാറ പറയുന്നുണ്ട്, ഇടി നീ ഒരു കാര്യം ചെയ്യേ, അത് അങ്ങ് വിട്ടേക്ക്, കാരണം ഒരു വട്ടം നീ അതങ്ങ് തട്ടി ചിന്തിയതല്ലേ, ഇനി അതിൻ്റെ പിന്നാലെ അങ്ങ് പിടിച്ച് തൂങ്ങൊന്നും വേണ്ട, നമുക്ക് ഇവിടെ എത്തിയിട്ട് വേറെ കാര്യം ചെയ്യാനുണ്ട്, എന്തായാലും നീ ആ ഒരു സദ്യ വിളമ്പുന്നത് വരെ അവരുടെ കൂടെ തന്നെ ഉണ്ടാവില്ല എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ ഈ ചന്ദ്രിക പറയുന്നുണ്ട്, ആ ഉണ്ടാകും എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, നീ എന്തായാലും ആ ടീമിൽ വേണം, നീ ഇങ്ങോട്ട് വരണം, ആ വീട്ടിൽ വന്നിട്ട് നിനക്ക് കുറച്ചുകൂടി ജോലികളുണ്ട്, അവിടെയാണ് അവർക്കുള്ള 8ൻ്റെ പണി വരാൻ പോകുന്നത്, ഞാൻ അവിടെ നല്ലൊരു പണി അവർക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ചന്ദ്രിക പറയുന്നുണ്ട്, ആ വേറെ പ്ലാനിങ് ഉണ്ടോ എന്താണത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, അതെന്തായാലും നീ വന്നിട്ട് നിനക്ക് കാണാം, എന്തായാലും ഞാൻ സർപ്രൈസ് കളയുന്നില്ല, അതൊക്കെ ഒരു ത്രില്ലല്ലേ, നമ്മൾ മുൻകൂട്ടി ഒന്നും അറിയാതിരിക്കുന്നതാണ് ത്രില്ല് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, എന്നാലും അറിയാനുള്ള ഒരു ജിജ്ഞാസ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, എന്തായാലും ആ കാര്യം ചെയ്യാൻ പോകുന്നത് നിൻ്റെ കൈ കൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് നീ യാതൊരു ടെൻഷൻ അടിക്കണ്ട, നീ തന്നെയാണ് അത് ചെയ്യാൻ പോകുന്നത്, അപ്പം നിനക്കറിയാം, ഇപ്പം നീ അറിയണ്ട, നീ എന്തായാലും അവരുടെ കൂടെ തന്നെ നിർബന്ധമായിട്ടും ഇങ്ങോട്ട് വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്താൽ അവരാരും ശ്രദ്ധിക്കും, അതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് എന്തായാലും സാറ് ഫോൺ വെക്കുന്നത്. അപ്പോൾ ഈ ചന്ദ്രിക ഒക്കെ ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങനെ അവരുടെ കൂട്ടത്തിലേക്ക് അങ്ങ് കയറി പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ബർത്ത്ഡേ വീട്ടിൽ ഇങ്ങനെ അവിടെയുള്ള ആ ഒരു ചേട്ടനും ചേച്ചിയും അവിടെയുള്ള ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ സൽക്കരിക്കുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്താണെങ്കിൽ ഒരുപാട് കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ എല്ലാ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഓരോരുത്തർ ക്ഷണിക്കുന്നതിൻ്റെ ഇടയിലാണ് വരുണിൻ്റെ രാധികയുടെ ആ ഒരു വണ്ടി അങ്ങോട്ടങ്ങ് വരുന്നത്. അപ്പോൾ ഈ വണ്ടി കാണുന്ന സമയത്ത് ഈ ചേട്ടൻ പറയുന്നുണ്ട്, ആ സദ്യയുടെ ആൾക്കാർ എത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ വരുണിൻ്റെ രാധികനെ കാണുമ്പോൾ നേരെ അവരുടെ അടുത്തേക്ക് അങ്ങ് കയറി ചെല്ലുന്നുണ്ട്.
എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ആഹാ നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുണും രാധികയും കൂടി പറയുന്നുണ്ട്, അത് പിന്നെ ചേട്ടൻ ഞങ്ങൾ പറയുന്ന സമയത്ത് എന്തായാലും കൃത്യസമയത്ത് എത്തിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങൾ ആറ്റുവാശ്ശേരി സദ്യ ബുക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒരുപാട് പേരെ വീണ്ടും ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരോടും പറഞ്ഞത് ആറ്റുവാശ്ശേരി സദ്യ ഉണ്ട് എന്നാണ്, സ്പെഷ്യലി എൻ്റെ വാനം കളയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, അക്കാര്യത്തിൽ ചേട്ടൻ യാതൊരു ടെൻഷനും വേണ്ട, സദ്യയൊക്കെ സെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചേട്ടന് ഓക്കെ എന്തായാലും ഞാൻ എല്ലാവരും ക്ഷണിക്കാൻ പോകട്ടെ, നിങ്ങൾ വീട്ടിലേക്ക് കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് വീണ്ടും ആ വീടിൻ്റെ മുൻഭാഗത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം വരുണും രാധികയും കൂടിയിട്ട് അവിടെ സൈഡിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്, വരുൺ എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ടെൻഷനാവുന്നു, അവരിനി ആ ഒരു പരിപ്പ് കറിയും കൊണ്ട് ഇവിടെ എത്തുന്നത് വരെ എനിക്ക് ടെൻഷനായിരിക്കും, ഇനി എങ്ങാനും അവർക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവളെ ഓരോ ടെൻഷൻ പറയാണ്. അപ്പോൾ ഈ വരുൺ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ടെൻഷനാവുന്നു വേണ്ട, എന്തായാലും അവിടെ വീട്ടിലുള്ളത് രണ്ടാളുകളാണ്, രണ്ടാളും നല്ല തിരക്കടയില്ലാത്ത ആളാണ്, ഒന്നെ എൻ്റെ അമ്മയാണ്, ഒന്നെൻ്റെ മുത്തശ്ശിയാണ്, അവർ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചിരിക്കും, അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും നീ വല്ലാതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അതൊക്കെ അവരെ ഏറ്റിരിക്കും, ഇനി എങ്ങാനും അവർ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറയണേ. അവർ ആദ്യം ചോദിക്കുന്നുണ്ട്, അതെന്ത് പ്ലാനാണ് എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ ഈ വരുണും അറിയുന്നുണ്ട്, എന്തായാലും സാധാരണ എല്ലാ സദ്യക്കും ഈ പരിപ്പ് കറി ഉണ്ടാവുമല്ലോ, പക്ഷെ നമ്മുടെ ആറ്റുവാശ്ശേരി സദ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പരിപ്പ് കറി ഇല്ലാത്ത സദ്യയാണ് എന്ന് നമുക്കങ്ങ് തട്ടിവിടാം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ രാധികയൊക്കെ അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എന്നെ ഇവിടുന്ന് തല്ല് കൊള്ളിച്ചിട്ട് ഇവിടുന്ന് വിടുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പം വരുൺ ഇങ്ങനെ വെറുതെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു തമാശയിൽ അങ്ങനെ അവരങ്ങ് കയറി പോവാണ്. എന്തായാലും വാ, നമുക്ക് അവരെ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ആ വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. പിന്നെ അവിടെയുള്ള ഓരോ കസേരയൊക്കെ സെറ്റ് ചെയ്യാനും എല്ലാത്തിനും അവരുടെ ആ വീട്ടിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവരും കൂടി അങ്ങ് കൂടുകയാണ്. അവിടെയുള്ള ഓരോ ജോലിക്കൊക്കെ അവരങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചന്ദ്രികയുണ്ട് അവരുടെ കൂടെ. അപ്പോൾ ഇവരിങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചന്ദ്രിക അവിടെ ഒരു കൊച്ചിനെ അങ്ങ് കാണാണ്. കാരണം ആ കൊച്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വന്തം കൊച്ച് തന്നെയാണ്. അപ്പോൾ ഇവർ മേഘയെ നീ എന്താ ഇവിടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവളെ വേഗം പിടിച്ചൊരു സൈഡിലേക്ക് ഇരുത്തി അവളോട് അങ്ങ് സംസാരിക്കാൻ നിൽക്കണേ. അപ്പോൾ ഇത് ഈ രാധിക അങ്ങ് കാണുന്നുണ്ട്. അപ്പോൾ ഈ രാധിക ചോദിക്കുന്നുണ്ട്, ഇതാരാ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ മോള് മേഘ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മോളുടെ പേരെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവളുടെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചി അപ്പോൾ ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വേഗം ഒരു റൂമിൻ്റെ സൈഡിലേക്ക് അങ്ങ് കൊണ്ടുപോയിട്ട് അവളോട് അങ്ങ് ഷൗട്ട് ചെയ്യാണ്, നിന്നോട് ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കല്ലേ, എന്നിട്ട് പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്, നിനക്ക് അവിടെ വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഈ മേഘ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ ഇവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, അതെ ഇവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, അമ്മ ഒരു കാര്യം മറന്നു, ഇന്നും എൻ്റെയും കൂടി ബർത്ത്ഡേ ആണ്, അമ്മ എൻ്റെ ബർത്ത്ഡേ തന്നെ മറന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ചന്ദ്രികയുടെ മുഖത്ത് ഒരു ചെറിയൊരു ടെൻഷനൊക്കെ സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ ഇന്നലെ എന്നെ തനിച്ചാക്കി പോയില്ലേ, ഞാൻ അമ്മനോട് ഒരുപാട് വട്ടം എന്നെ തനിച്ചാക്കരുത് എന്നൊക്കെ പറഞ്ഞതല്ലേ, ഞാൻ ഇന്നലെ ഒരുപാട് പേടിച്ചിട്ടാണ് ഞാൻ അവിടെ കിടന്നുറങ്ങിയത്, അമ്മ എന്തിനാ എന്നെ തനിച്ചാക്കിയത് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ഞങ്ങൾ ചോദിക്കാണ്. അപ്പോൾ ഇവളിങ്ങനെ ഓരോ സങ്കടത്തിൽ അത് പിന്നെ എനിക്ക് പണി ഉണ്ടായിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഉടുപ്പുമില്ല, കേക്കും ഇല്ല, ഒന്നുമില്ല, ഒരാഘോഷവും ഇല്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രികക്ക് ഭയങ്കര ദുഃഖം അങ്ങ് വരുന്നുണ്ട്, ഈ മകളിങ്ങനെ സങ്കടത്തോടെ അങ്ങ് സംസാരിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ഈ ചന്ദ്രിക ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ, പക്ഷേ അടുത്ത ബർത്ത്ഡേക്ക് അത് നമുക്ക് അടിപൊളിയാക്കാം, നിനക്ക് പുതിയ ഉടുപ്പും കേക്കും എല്ലാം വാങ്ങാം, നമുക്കത് അടിപൊളിയാക്കാം, ഇന്നത്തെ ബർത്ത്ഡേ ഇങ്ങനെ പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഉറപ്പല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ ചന്ദ്രിക അതെ ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇതൊക്കെ എന്തായാലും ഈ രാധിക ഇങ്ങനെ ചെറുതായിട്ട് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്, ഇവരെന്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ആ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പരമേശ്വരനും നമ്മുടെ പത്മിനിയും കൂടിയിട്ട് അങ്ങോട്ട് ഗിഫ്റ്റൊക്കെ കൊണ്ട് അങ്ങ് കയറി വരുന്നുണ്ട്. ആ സമയത്താണ് ഈ വരുണിനെ രാധികനെ അവിടെ കാണുന്നത്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇവരുടെ സദ്യയാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഇവരെങ്ങനെ ക്ഷണിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പത്മിനി പറയുന്നുണ്ട്, വാ രാധികെ വാ, ഞാനും കൂടി നിന്നെ സഹായിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, അങ്ങനെ സഹായിക്കാനൊന്നും നിൽക്കണ്ട, കാരണം നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഗസ്റ്റായിട്ടല്ലേ, അപ്പോൾ ഗസ്റ്റായിട്ട് തന്നെ നിന്നാൽ മതി, അല്ലാതെ വേറെ സഹായങ്ങളൊന്നും ഇവിടെ ചെയ്യുകയോ ജോലി ചെയ്യുകയൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഈ വരുൺ അങ്ങ് പറയാണ്. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ശരി വാ രാധിക എന്നൊക്കെ പറഞ്ഞിട്ട് രാധികയുടെ കൂടെ അങ്ങ് പോകുന്നുണ്ട്. ഇവന് നേരെ അച്ഛനെ പിടിച്ച് ഹഗ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അച്ഛനെ ഒരുപാട് കാലത്തിന് ശേഷം കാണുകയല്ലേ, കാരണം ഇപ്പോൾ രണ്ടുപേരും അകന്ന് നിൽക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് നേരിട്ട് കണ്ടതിൽ അവരങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ കണ്ടെത്തുന്നൊക്കെ ഉണ്ട്. എന്തായാലും എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ആ ചന്ദ്രശേഖരനും സേറയും കൂടിയിട്ട് ആ ഫംഗ്ഷൻ അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ അങ്ങ് വരുന്നതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ വെള്ളം എടുക്കുന്ന സമയത്ത് രാധികയുടെ കയ്യിൽ നിന്ന് ഒരു കപ്പ് വെള്ളം ഇവരുടെ സാരിയിലേക്ക് അങ്ങ് വീഴുന്നൊക്കെ ഉണ്ട്.
അപ്പോൾ ഈ സാരിയിലേക്ക് വീഴുന്ന സമയത്ത് ഈ സേറ അങ്ങ് ഇവളോടങ്ങ് കാരത്തങ്ങ് സംസാരിക്കുകയാണ്. ഇടീ നിനക്ക് എന്ത് ധൈര്യം വന്ന് എൻ്റെ ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാരിയിലേക്ക് വെള്ളം ഒഴിക്കാനേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങ് തല്ലാൻ അങ്ങ് ഉയരുകയാണ് അവളുടെ കയ്യെ. അപ്പോൾ ആ സമയത്ത് വരുന്ന അങ്ങ് ഈ സേറിനെ അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അവളെ തല്ലാലുണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇവരോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചന്ദ്രശേഖരൻ ഇങ്ങനെ ഒന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയാണ്. പിന്നെ മാത്രമല്ല ഈ ഒരു ഫംഗ്ഷൻ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സേറ ഈ ചന്ദ്രികയുടെ കയ്യിൽ ആരും കാണാതെ ഒരു വിഷത്തിൻ്റെ ഒരു കുപ്പി അങ്ങ് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചന്ദ്രിക ഈ ആരും കാണാതെ അവിടെ ഒരു വിഭവത്തിൽ ഈ വിഷം ഒഴിക്കുന്നുണ്ട്. അതങ്ങ് ഇളക്കുന്നുണ്ട്. ഒരു പായസമാണെന്ന് തോന്നുന്നു. ആ പായസത്തിലേക്ക് അങ്ങ് വിഷം ഇളക്കുന്നുണ്ട്. അതൊന്നും അറിയാതെ രാധിക ഓരോ ഗ്ലാസ്സിലേക്കൊക്കെ അതൊക്കെ ഒഴിക്കുന്നുമുണ്ട്. അത് ആളുകൾക്ക് അങ്ങ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഇനി വലിയൊരു അപകടം വരുമോ? ഇനി എനിക്ക് തോന്നുന്നത് ഈ മേഘ എന്ന് പറയുന്ന കുട്ടി അവിടെ വന്നതുകൊണ്ട് ഇനി ആ കുട്ടിക്ക് ഞാനും കഴിക്കുകയെ അല്ലെങ്കിൽ ഇനി ആ കുട്ടി അങ്ങ് തട്ടി മാറ്റുക അങ്ങനെ എന്തെങ്കിലും ആ കുട്ടിയായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇനി ആ കുട്ടി അപകടത്തിൽ മരിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തായാലും എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.